അല്ല ചങ്ങായിമാരെ, അമീറാണ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബാംഗ്ലൂർ അങ്ങാടിയിലെ വിശേഷങ്ങൾ പറയാം. ബാംഗ്ലൂർ അങ്ങാടിയിൽ നമുക്കിന്ന് വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അത് ഫോർച്യൂണർ ആണ്. 2016 മോഡൽ ഫോർച്യൂണർ 4x4 ഓട്ടോമാറ്റിക് വണ്ടി. 4x2 ഒരുപാട് വണ്ടി കിട്ടാണ്ടെങ്കിലും 4x4 റയർ ആയത് കാരണം ഒരുപാട് തെരഞ്ഞതിന് ശേഷമാണ് മുഹമ്മദിന് നല്ലൊരു വണ്ടി, അതും മേജറായിട്ട് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത, കമ്പനി ഹിസ്റ്ററി ഉള്ള ഒരു അടിച്ചാപ്പൊളി വണ്ടി നമ്മൾ മുഹമ്മദിന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇന്ന് ബാംഗ്ലൂർ വന്നിറങ്ങിയതാണ്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദും ഫാമിലിയും മൊത്തം ബാംഗ്ലൂർക്ക് വന്നിരിക്കണം. ആദ്യമായിട്ടാണ് നമ്മളെ ഇത്രയും വണ്ടി കൊടുത്തിട്ട് ഒരു ഫാമിലി വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർക്ക് വരുന്നത്. ആ ഒരു വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളടുത്ത് ഒരു കസ്റ്റമർ ഡയറക്റ്റ് ബാംഗ്ലൂർ വന്നിട്ട് വണ്ടി എടുക്കാൻ വന്നിട്ടുള്ളത്. ഇവരാണ് ആ ഫാമിലി, ബിഗ് ഫാമിലിയാണ്. 2 ദിവസം മുന്നേ തന്നെ ഒരു ബാംഗ്ലൂർ വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇന്നാണ് എത്തിയത്. വണ്ടി ഏകദേശം ഒരു കണ്ട് വണ്ടിയൊക്കെ ഓടിച്ച് അവരൊക്കെ നല്ല ഹാപ്പിയിലുള്ളത്. അപ്പോൾ നമ്മളെ അടുത്തേക്ക് എങ്ങനെയാണ് വന്നത് എന്നുള്ളതും ഇവർക്ക് ഏകദേശം നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും ഏകദേശം എത്ര രൂപയുടെ ഒരു ഡിഫറൻറ്റിൽ നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റുന്നതും വണ്ടി ഇപ്പോൾ ഓടിച്ച് നോക്കിയിട്ട് എന്താണ് ഇവരെ ഒരു അഭിപ്രായം എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിച്ചാൽ. ഏകദേശം ഒരു 20 ദിവസത്തോളം ഞാൻ UP-യിൽ ഇവർക്ക് വേണ്ടി മാത്രം വണ്ടി അന്വേഷിച്ച് നടന്ന്. കാരണം എന്താ വെച്ചാൽ 4x4 വണ്ടി കിട്ടാനില്ല. ഇവർ അന്വേഷിച്ച് നടന്ന് പിന്നെ നല്ലൊരു വണ്ടി കിട്ടുകയും വേണമല്ലോ. അങ്ങനെയാണ് ഇവർക്ക് വണ്ടി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മുഹമ്മദ് എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ച് നോക്കിയിട്ട്? വണ്ടി നല്ല പിന്നെ നാട്ടിൽ നിങ്ങൾ വണ്ടി അന്വേഷിച്ച് നടന്നില്ല, ഏകദേശം എത്ര രൂപയുടെ വ്യത്യാസം കാണുന്നുണ്ട്? 1,00,000 വ്യത്യാസം. അങ്ങനെ നമ്മൾ പറഞ്ഞു വണ്ടി നല്ല ക്വാളിറ്റി. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇപ്പൊ എങ്ങനെയുണ്ട് വണ്ടി? എന്താണ് അഭിപ്രായം? ചെറിയൊരു ബ്ലോഗർ കൂടിയിട്ടാണ്. അപ്പൊ ആളെ അഭിപ്രായം നമുക്കറിയാം. ഇഷ്ടപ്പെട്ടില്ലേ? ഉമ്മ എന്താണ് അഭിപ്രായം? മുഹമ്മദിന്റെ മാമി നിരന്തരം എന്നായിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്തിരുന്നു. മാമ നിങ്ങൾ എങ്ങനെയുണ്ട് ഉദ്ദേശം? വണ്ടി നമ്മൾ വിചാരിച്ച പോലെ നല്ല വണ്ടി നല്ല കണ്ടീഷൻ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ എടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, ഒരാൾ ഉപയോഗിച്ച വണ്ടിയാണ്. അപ്പൊ അതിൻ്റെതായ കുറവുകളുണ്ടാവും. എത്ര നമ്മൾ നന്നാക്കിയാലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കൊണ്ടിട്ട് ഉപയോഗിക്കുന്നത്. കാരണം ഒരാൾ ഉപയോഗിച്ച വണ്ടിയിലെ ഉഷാറാണ്. ബാക്കിയുള്ള എല്ലാം അത് ഉഷാറാണ്. അപ്പൊ നമ്മൾ ഇവർക്ക് ചാവി കൈമാറാണ്. ഇവരെ കെയർ ഓഫിൽ നമുക്ക് ഇന്നും കസ്റ്റമർ വേണം.